എല്ലാവരോടും 100 കോടി ഫോളോവേഴ്സ് ഞാൻ 2 വർഷത്തിനുള്ളിൽ ചെയ്യുന്നു പറയുമ്പോൾ ആൾക്കാരുടെ വിചാരം ഓക്കെ എന്റെ വീടിനോട് അടുത്ത് കിടക്കുന്ന ഒരു 10 സെന്റ് സ്ഥലത്തിൽ ഞാൻ ചെയ്യുന്നു അവന്റെ കാര്യമല്ലേ അത്. പക്ഷെ ആ വിഡ്ഢികൾക്ക് അറിയില്ല അവരും കൂടി ജീവിക്കുന്ന ആ ഒരു ഭൂമിയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, അവരുടെ ആ ഒരു മായയിൽ ഇങ്ങനെ നടക്കണം. ഓക്കെ, പണിയെടുക്കണം, പൈസ ഉണ്ടാക്കണം, ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിൽ. പക്ഷെ അവരെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് അവരെക്കാട്ടിയും വലിയൊരു സുപ്രീം പവർ ഉള്ള കാര്യം അവർ അറിയുന്നില്ല. ഓക്കെ, അത് ഇവിടെ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഈ പറയുന്ന BJP ആണെങ്കിലും പിന്നെ ഹിന്ദു മുസ്ലിം അവർക്ക് ആ ഒരു തലച്ചോറിന്റെ ഉള്ളിൽ ആ ഒരു മതഭ്രാന്ത് മാത്രമേ ഉള്ളൂ. അത് അവർ കയറ്റിയതാണ്. കാരണം മതഭ്രാന്ത് ഉണ്ടെങ്കിൽ ആ ഒരു ഭ്രാന്തിന്റെ ഒപ്പം പൊക്കോളൂ. ഓക്കെ, അപ്പോ വേറെ കാര്യത്തിനൊന്നും ചിന്തിക്കില്ല. അപ്പൊ ഈ വിഡ്ഢികളായ എലികളെ പെട്ടെന്ന് തിന്നാൻ പറ്റും നമുക്ക്. ഓക്കെ, കുരങ്ങന്മാർക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ കാണുന്ന എല്ലാവിധ പ്രശ്നങ്ങളും. ഈ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇവർ ഈ പറയുന്ന ഡെവലപ്മെന്റ്സ് പ്രോഗ്രസ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന മരങ്ങളെല്ലാം വെട്ടിക്കളയുന്നത്. ഓക്കെ, അതോടൊപ്പം പെട്രോളിലെല്ലാം മെർക്കുറിയും കാര്യങ്ങളെല്ലാം ചേർത്ത് പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നു. ഇത് ഫിൽട്ടർ ചെയ്യേണ്ട ആൾക്കാരാണ് ഈ പറയുന്ന മരങ്ങൾ. ഓക്കെ, അതായത് നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ രോമങ്ങളുള്ള പോലെ നമ്മുടെ ഉള്ളിലേക്ക് വിഷം പോകാതിരിക്കാൻ വേണ്ടി ഫിൽട്രേഷൻ, അതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്തുമ്പോൾ ഇവിടെ വിഷപദാർത്ഥങ്ങൾ ഇങ്ങനെ നിൽക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇൻഹേൽ ചെയ്ത് നമുക്ക് പെട്ടെന്ന് മരണം അല്ലെങ്കിൽ അസുഖങ്ങൾ വരും. മരണമല്ല, അസുഖങ്ങൾ വന്നാൽ മാത്രമേ ഫാർമസ്യൂട്ടിക്കലിട്ട് പോയിട്ട് അവിടെ നിന്നും ബിസിനസ് ഉണ്ടാവാൻ പറ്റുള്ളൂ. ഓക്കെ, അതോടൊപ്പം ഫൈറ്റോൺസൈഡ്സ് നമ്മുടെ ഉള്ളിൽ പോയില്ലെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ഇമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ എന്താണ്, എപ്പോഴും അസുഖം. അതായത് നമ്മുടെ ഒരു ബ്രോയിലർ കോഴിക്കുഞ്ഞിനെയാണ് ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഫേക്ക് മീഡിയാസ് നമ്മളോട് പറഞ്ഞു തീവ്രമഴ. ഞാനും എന്റെ ഭാഗത്ത് ഇതുവരെ തീവ്രമഴ കണ്ടിട്ടില്ല. ഓക്കെ, കാരണം ഞങ്ങൾ അത് വിശ്വസിക്കുന്നില്ല. മഴ എന്ന് പറയുന്ന പണ്ട് തൊട്ടേ നമുക്ക് അന്നമുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, കൃഷിയും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മഴയിൽ നിന്നും അന്നമുണ്ടായെന്നാ പറയണേ. അപ്പൊ ആ ഒരു അന്നമുണ്ടാക്കുന്ന ആ ഒരു മഴേനെ ഇവിടെ തീവ്രമഴയാക്കി. ഓക്കെ, അതോടൊപ്പം വെയിലിനും വില്ലനാക്കി. ഓക്കെ, വെയിലിനും വില്ലനാക്കി എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമുക്ക് ഈ സൺക്രീം ഉണ്ട്, അതുപോലെ ഇതുണ്ട്. അപ്പൊ ഒരു വലിയ ബിസിനസ് ആണ്. പക്ഷെ അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ ബന്ധങ്ങൾ പോലും പണത്തിന്റെ ഉള്ളിൽ അടിസ്ഥാനമാകുമ്പോൾ ഇവിടെ യാതൊരുവിധ ബിസിനസിനും ആൾക്കാരുടെ ഹെൽത്ത് ഓറിയന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് പണം പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് നോർമലാണ് ഈ ഒരു യുഗത്തില്. പക്ഷേ ഇതെല്ലാം പോയത് വലിയൊരു പ്രശ്നത്തിലേക്കാണ്. ഈ പണം കൊടുത്ത് മനുഷ്യരെ കൊന്നുകൊണ്ട് അവസാനം ആ പണവും അവർ കൊണ്ടുപോയി. ഒന്നാമത്തെ കാര്യം കോമൺ സെൻസ് ഇല്ല ആൾക്കാർക്ക്. ഓക്കെ, OTP ഒക്കെ സൂക്ഷിക്കണോട്ടാന്നൊക്കെ പറഞ്ഞിട്ട് നിൽപ്പുണ്ട്. പക്ഷേ OTP ഈ പറയുന്ന താക്കോലല്ല, ഒരു താഴിട്ട് പൂട്ടിയിട്ടുണ്ടല്ലേ 9656 എന്നുള്ള ലോക്കൊക്കെ ഇട്ട് നമ്മൾ പൂട്ടിയിട്ടുണ്ടെങ്കിൽ ആ താക്കോല് അവർക്ക് കൊണ്ടേ കൊടുത്തേക്കുന്നത്. അത് അവർ കൊണ്ടുപോവുകയും ചെയ്തു ആ പണം. അതോടൊപ്പം AI, ഇനി നമുക്കറിയാം നമ്മുടെ അച്ഛനും അമ്മക്കൊക്കെ ആകെ വാട്സപ്പ് അറിയാം, ഫേസ്ബുക്ക് അറിയാം. ഇനി വരാൻ പോകുന്ന ഒരു യുഗത്തില് അവർക്ക് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ വരും. നമ്മുടെ എല്ലാ പിള്ളേരും പുറത്താണ്. ഓക്കെ, അവിടെ ഒരു പ്രശ്നം വരുമ്പോൾ ഇന്റർനെറ്റ് കട്ടാകുമ്പോൾ ആ ഒരു നിങ്ങൾ AI വെച്ച് മുഖമൊക്കെ റെക്ടിഫൈ ചെയ്തില്ലേ, അപ്പൊ അവരുടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ സെയിം ഒരു വീഡിയോ കോൾ അല്ല അവരുടെ വാട്സപ്പിലേക്ക് വന്നിട്ട് അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്ത് പറ്റിക്കപ്പെടാം. ഓക്കെ, നമ്മുടെ അച്ഛനും അമ്മയുടെയൊക്കെ ബുദ്ധി എവിടം വരെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കണം. അവരെല്ലാം ആ ഒരു കുഞ്ഞു ബുദ്ധിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. മൊബൈൽ എന്ന് പറഞ്ഞാൽ ക്യാമറ, വാട്സപ്പ് ഇത് മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിൽ. പക്ഷെ അത് വലിയൊരു ബോംബാണെന്നും അവർ അറിയുന്നില്ല. അതോടൊപ്പം റേഡിയേഷൻ എല്ലാം കടത്തിവിടുന്നു. പക്ഷെ ഇതെല്ലാം ആരും തിരിച്ചറിയുന്നില്ല. ബിക്കോസ് ആ കോമൺ സെൻസ് അവരിൽ നിന്നും ഇല്ലാതാക്കി കഴിഞ്ഞു.